കാറ്റത്തെ കിളിക്കോടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ടിങ് തന്നെ മേലാതെ കിടക്കുന്ന നികേഷിനെ നോക്കുന്ന നിധിയാണ് കാണുന്നത്. അപ്പോഴത്തേക്കും നികേഷ് ഭയങ്കരമായിട്ട് വിറച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് നിധി നോക്കുമ്പോഴത്തേക്കും ടാബ്ലറ്റ് ഒന്നും കാണത്തില്ല. അപ്പോൾ നിധി എന്ന് അച്ഛനോട് ചോദിക്കും, വേറെ ആരും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനോട് ചോദിക്കും, ടാബ്ലറ്റ് മേടിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിക്കും, പനിയായിട്ട് ടാബ്ലറ്റ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട് അത് ശരിയാ, ആർക്കാ പനിയെന്ന് ചോദിക്കും. പറയും നികേഷിനാന്ന് പറയുമ്പോഴത്തേക്കും പറയും ഇനി ടാബ്ലറ്റ് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ ഉടനെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ടാബ്ലറ്റ് മേടിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് നിധി പറയും, നിധിയപ്പോൾ പറയുകയാണ് ഒരു ചായപ്പൊടി കൂടെ മേടിച്ചുകൊണ്ട് വരണമെന്ന് അച്ഛനോട് പറയും. അപ്പോൾ അച്ഛൻ പറയും മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കും നിധി ചോദിക്കുമ്പോൾ അല്ല പൈസ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും നിധിയോട് പറയും, മോളെ എൻ്റെ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ നീ നിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇട്ടോ, ഇതിനൊക്കെ ഉള്ള പൈസ എൻ്റെ കയ്യിലുണ്ടെന്ന് ഇങ്ങനെ അച്ഛൻ പറയണം. അങ്ങനെ പറഞ്ഞിട്ട് സൈക്കിളും എടുത്ത് പാട്ടും പാടി ഇങ്ങനെ പോകുന്ന ആ ഒരു സീൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് അച്ഛൻ ഇത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ നിധി തുണി വിരിക്കുകയും ചെയ്യും. അപ്പോൾ തുണി വിരിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ ഇതും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ തന്നെ അച്ഛനും നിധിയായിട്ട് നടക്കുന്നുണ്ട്. അവരുടെ ബോണ്ടെന്ന് പറയുന്ന ഭയങ്കര അടിപൊളിയായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അച്ഛനെ മരുന്ന് കൊടുത്തിട്ട് നിധിയുടെ കയ്യിലോട്ട് ഒരു മിഠായി കൊടുക്കും. അപ്പോൾ പുള്ളി എന്ന് പറയുന്ന ആളെന്ന് പറയാം, ആക്ച്വലി പുള്ളി സ്നേഹം കൊണ്ട് മേടിച്ചാണെങ്കിൽ അത് പറയാൻ ഇഷ്ടമല്ല. അപ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ പറയും വാത്സല്യം കൊണ്ട് മേടിച്ചതൊന്നും അല്ല, ചേഞ്ച് ഇല്ലാഞ്ഞുകൊണ്ട് മേടിച്ചാന്ന് പറഞ്ഞ് ഒരു മിഠായി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒരു മഞ്ച് കൊടുക്കുക, മഞ്ചാണ് കൊടുക്കുന്നത്. ഒരു മഞ്ച് കൊടുക്കുമ്പോഴത്തേക്കും നിധി ഓ ശരി എന്ന് പറഞ്ഞ് അവൾക്ക് കാര്യം മനസ്സിലായി. എന്നേരത്തേക്കും പറയും അല്ലല്ലോ ഇങ്ങനെ പനി വന്നു കഴിഞ്ഞാൽ എപ്പോഴും മരുന്ന് കൊടുക്കുന്ന അത്ര നല്ല പരിപാടിയല്ല എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കും നിധി ചോദിക്കും അല്ല അച്ഛനല്ലേ പറഞ്ഞത് മാറിയില്ലെങ്കിൽ ആ ഹെൽത്തിൽ കൊണ്ടുപോയി കാണിക്കാൻ, എന്നിട്ട് ഇപ്പം തന്നെ വാക്ക് പറ്റി പറയണം. അല്ല അതിപ്പം നമ്മളെല്ലാം കാണുന്ന വെച്ച് പറയുന്നതാണല്ലോ. അല്ലെങ്കിൽ അവൻ്റെ അമ്മ ഇങ്ങനെ തന്നെ ഇരുന്ന് ലോറിയിലെ കൊണ്ടുവരാൻ 6 ദിവസം എടുക്കും. അപ്പോഴത്തേക്കും അതിൽ 4 ദിവസവും അവൾക്ക് പനി തന്നെയാണ്, ഇതുപോലെ തന്നെ പെട്ടെന്ന് പനി വരും എന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും നിധി കുറേ കാര്യങ്ങൾ അവൻ്റെ അമ്മേനെ പറ്റി ചോദിക്കുക, എവിടുന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ പറയും അതൊരു സ്ഥലത്തുനിന്ന് എന്നിങ്ങനെ പറയും. അപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോയത്, ഇപ്പം എവിടാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അച്ഛന് പറയാൻ നല്ല സൗകര്യമില്ലെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നിധി പറയും ഒരു ദിവസം അച്ഛൻ തന്നെ എന്നെ വിളിച്ചെടുത്ത് എല്ലാ കഥയും പറയുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നിധി അകത്തോട്ട് പോവാണ്. അങ്ങനെ നികേഷ് മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നികേഷ് നന്നായിട്ട് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവൻ വന്ന് ടേബിളിലിരിക്കുമ്പോൾ ഏട്ടത്തിനെ വിളിക്കും. ഏട്ടത്തിന്ന് വിളിക്കുമ്പോഴത്തേക്കും നിധി പറയും കുറഞ്ഞോന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് പറയും ഞാനിപ്പോൾ ഒരു കോഫി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു കോഫി എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും. ആ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീതു വരുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, ആദ്യം ആ നീതുമായിട്ടുള്ള ഇടിയുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ ബാക്കി കുറച്ച് നല്ലോണം ഹരീഷ് ചീത്ത പറഞ്ഞിട്ട് പറയും എനിക്കിതുപോലെ ഒരു എൻ്റെ ഇങ്ങനെ മൂട്ടി നടന്ന് ഇങ്ങനെ കിരീരാ വെക്കണം ഒരു പെങ്കൊച്ചിനെ വേണ്ടാന്ന് തീരുമാനിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഈ നികേഷിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ നികേഷ് വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീതു വീട്ടിലോട്ട് വരുന്നത്. അപ്പം നിധി കസേരയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഭയങ്കര നന്നായിട്ടാണ് പെരുമാറുന്നത്. വന്ന് ഇരിക്കാൻ പറയും, എന്നിട്ട് കോഫിയും കൊണ്ടുവന്ന് കൊടുക്കും. കോഫിയും കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ നീതു പരാതി പറയും, ഞാൻ വിളിച്ചിട്ട് ഇപ്പോൾ ഹരീഷ് എടുക്കുന്നില്ല, അവൻ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര അടിപൊളിയായിട്ട് നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്, പിന്നെ സംസാരിക്കുന്നതേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഒരു പരാതിയുടെ കെട്ട് തന്നെ അഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി ഇങ്ങനെ പറയുന്നുണ്ട്, നിധി ഇങ്ങനെ ഈ നടന്ന കാര്യം പറയാൻ പോകുമ്പോഴത്തേക്കും നികേഷ് പറയും ഏട്ടത്തി വേണോ എന്ന് ചോദിച്ച് വേണ്ടാന്ന് പറയും. അപ്പം നിധി ഇങ്ങനെ ഫുള്ള് കാര്യമൊന്നും പറയല്ല, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ പറയുകയാണ്. അതായത് അത് എൻ്റെ അച്ഛനുമായിട്ട് സുധീഷ് കുറച്ച് വഴക്കുണ്ടായിട്ട് സുധീഷിനെ പിടിച്ച് ഒരിടത്ത് പൂട്ടിയിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് ഇതിന് അവർ നടക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാഞ്ഞെന്ന് പറയും. അപ്പം നികേഷ് ചോദിക്കും അപ്പം നിന്നേടെ ആയിരുന്നല്ലേ അന്ന് ഏട്ടൻ കുറേ സംസാരിച്ചിട്ട് ഫോൺ വലിച്ചെറിഞ്ഞു പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിധി പറയുകയാണ് അങ്ങനൊരു സിറ്റുവേഷനിൽ ആരാ ഫോൺ എടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീതും പറയും അത് ശരിയാ, ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിലാണ്, പിന്നെ വിളിക്കാമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണമായിരുന്നു, പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതായിരുന്നു എന്നിങ്ങനെ പറയും. ഞാൻ എന്തോ ആ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, ഞാൻ ഓർത്തത് എന്ന് പറയുമ്പോഴത്തേക്കും നികേഷിക്ക് നീ എന്തോ ഓർത്തേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും
അത് ഞാനോർത്ത് ഇനി ഹരീഷ് എന്നോട് പറയാതെ എവിടെയെങ്കിലും കറങ്ങാൻ പോയേക്കുവാന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചീത്ത പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ നികേഷ് ഇങ്ങനെ നോക്കി ചിരിക്കുന്നത് ഒരുമാതിരി ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കുമാണ് നീതു പറയാണ്, അല്ല പറയുന്നതുകൊണ്ടൊന്നും തോന്നരുതേ, ഈ ചായക്കകത്തെ കോഫി പൗഡർ ഇച്ചിരി കൂടുതലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതത്ര ടേസ്റ്റി അല്ല, ഭയങ്കര ഒരു കനപ്പ് ചുവ വരുന്നുണ്ട്. ഞങ്ങൾ ഈ ഇപ്പോഴത്തെ പിള്ളേർക്ക് കൂടുതലും കോഫി കുടിക്കുന്നതുകൊണ്ട് അമേരിക്കൻ കോഫി അങ്ങനെയുള്ള കോഫികളാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഞാൻ നല്ലൊരു കോഫി ഇടാൻ പഠിപ്പിച്ചു തരാവേ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നികേഷ് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് നിധിയെ നോക്കുന്നത്. അത് കഴിയുമ്പോൾ അവളെ ഇറങ്ങിപ്പോവും. അപ്പോഴത്തേക്കും നികേഷ് പറയും, കണ്ട എൻ്റെ സ്വഭാവം, ഹരീഷേട്ടൻ ഇങ്ങനെ ഒരു പെൺകുച്ച സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നിധി പറയും, അത് ഹരീഷ് നോക്കിയോളും, നീ ഇപ്പോൾ ഇവിടെ ഇരി എന്ന് പറഞ്ഞിട്ട് പോവും. അടുക്കളയിലോട്ട് പോകും. അപ്പോഴത്തേക്ക് നികേഷ് അത് കുടിച്ച് നോക്കിയിട്ട് പറയും, അവളെയും കുറ്റം പറയാൻ പറ്റത്തില്ല, കോഫി കുടിച്ചിട്ടിങ്ങനെ പറയാം, അവളെയും കുറ്റം പറയാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയും. അതിൻ്റെ ഇടയിലൊരു ഹ്യൂമർ, ചെറിയ രീതിയിൽ ഫൺ പോലെ ഇങ്ങനെ നികേഷ് പറയുന്നുണ്ട്, അടുത്ത പ്രാവശ്യം വരുമ്പോഴേ നമുക്ക് അമേരിക്കൻ കോഫി ഇട്ട് കൊടുക്കാം, അപ്പോൾ സമാധാനമൊക്കെ ഇക്കോളൂ എന്നൊക്കെ പറഞ്ഞൊന്ന് ഇങ്ങനെ കളിയാക്കിയൊക്കെ വിടുന്നുണ്ട്. ഭയങ്കര വൈബായിട്ടാണ് അവരെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ പുറത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും നികേഷിന് ചൂടുവെള്ളം കൊണ്ടുവന്ന് ചേച്ചി കൊടുത്തിട്ട് നിധി കൊടുക്കും, ഏട്ടത്തി കൊടുത്തിട്ട് പറയും കുടിച്ചോളാൻ പറയും. കുടിക്കാൻ പറയുമ്പോൾ പറയും, എനിക്കിപ്പോൾ വേണ്ട ഏട്ടത്തി എന്ന് പറയുമ്പോൾ പറയും, അല്ല അത് കുഴപ്പമില്ല കുടിക്കാൻ പറയും. വെള്ളമല്ലേ, പനി മാറിയെങ്കിൽ എന്താ കുടിച്ചോളാൻ പറഞ്ഞ് അത് മൊത്തം കുടിപ്പിക്കും. എന്നിട്ട് പറയും, ഇതിനുള്ള പനിക്കൂർക്ക എടുത്തുകൊണ്ട് തന്ന അച്ഛനാന്ന് പറയുമ്പോഴത്തേക്കും നികേഷ് പറയും, അത് നേരത്തെ പറഞ്ഞായിരുന്നേ ഞാൻ കുടിക്കത്തില്ലായിരുന്നു എന്ന് പറയും. അപ്പം നിധി പറയും, അടാ അങ്ങനല്ല, നീ അങ്ങനെയൊന്നും പറയരുത്, അച്ഛന് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പറയുന്ന പോലെയൊന്നും അല്ല. അപ്പോഴത്തേക്കും നികേഷ് ഏട്ടത്തേക്ക് ഇങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റണേ, പുള്ളി കാരണമാണ് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയി മാറിയത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നിധി പറയുകയാണ്, എടാ അങ്ങനൊന്നുമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ഛൻ അങ്ങനെ ഒരാളല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഒരു ഫോൺ റിങ് ചെയ്യാനായിട്ട് നിധി അകത്തോട്ട് പോകുമ്പോൾ സുഭാഷ് ഏട്ടനും ഹരീഷും വരുന്നുണ്ട്. സുഭാഷ് ഏട്ടനും ഹരീഷും വന്ന് നികേഷിൻ്റെ അടുത്തിരിക്കുക, എന്നിട്ട് പനി മാറിയോ, അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ആ അനിയന്മാർ തമ്മിലുള്ള ബോണ്ടൊക്കെ അവിടെ നന്നായിട്ട് കാണാൻ പറ്റും. അത്രയും സ്നേഹമാണ്, അവൻ്റെ കുഞ്ഞനിയന്മാരായിട്ടാണ് നോക്കുന്നത്. അതേപോലെ സുഭാഷ് ഏട്ടനും ചാന്ദിനിയായിട്ടുള്ള സീൻസ് ഇന്ന് കാണിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ അത് കഴിഞ്ഞ് കാണിക്കുന്നത് സുഭാഷ് ഏട്ടനും ചാന്ദിനിയായിട്ടുള്ള സീൻസാണ്. സുഭാഷ് ഏട്ടൻ വർക്കേഴ്സിൻ്റെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നേരത്ത് ചാന്ദിനി വരുവാണ്. ചാന്ദിനി വന്നിട്ട് ഫുഡും കൊണ്ട് ഇന്ന് സുഭാഷ് ഏട്ടന് ഫുഡുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് സുഭാഷ് ഏട്ടൻ്റെ ബിരിയാണി ചാന്ദിനിക്ക് കൊടുക്കുകയും സുഭാഷ് ഏട്ടൻ ചാന്ദിനിയുടെ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ഇടയിൽ നല്ല രീതിയിലൊരു കെമിസ്ട്രി വർക്കൗട്ടായി വരുന്നുണ്ട്. അതായത് അങ്ങനെ അതൊന്നും അല്ലെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ആണെങ്കിൽ ഞാനും ഹിന്ദി പഠിക്കും, നീ മലയാളവും പഠിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ഇടയിലൊരു നല്ലൊരു കെമിസ്ട്രി ഒക്കെ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഒരു ഫീൽ ഗുഡ് എപ്പിസോഡാണ്, നല്ലൊരു എപ്പിസോഡാണ്, കണ്ടിരിക്കാൻ കുറച്ച് നല്ല മൊമെൻറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്ന സുഭാഷ് ഏട്ടനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നികേഷ് സുഭാഷ് ഏട്ടനും ഹരീഷുമായിട്ടിരിക്കുന്ന സമയത്ത് നികേഷ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് ഏട്ടത്തി ഫുൾ ടൈം എൻ്റെ കൂടെയായിരുന്നു, എന്നെ നോക്കിക്കൊണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് എനിക്കെന്തോ ഭയങ്കര അമ്മ നോക്കുന്നത് പോലെ തോന്നിയേട്ടാ, ആദ്യമായിട്ടാണല്ലോ എന്നെ ഇങ്ങനെ ഒരാൾ നോക്കുന്നത്, അതുകൊണ്ടായിരിക്കുമല്ലോ എനിക്ക് അമ്മ നോക്കുന്ന പോലെ ഫീൽ ചെയ്ത് ഭയങ്കരമായിട്ടൊരു മദർലി ഫീല് തോന്നി എന്ന് പറയുന്നിടത്ത് വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ നിധിയും നികേഷും തമ്മിലുള്ള ആ ഒരു നല്ലൊരു ബോണ്ടും അവർ തമ്മിൽ നല്ലൊരു ബോണ്ടാണ്, അത് കാണിക്കുന്നുണ്ട്. അച്ഛനും നിധിയായിട്ടുള്ള ബോണ്ടെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ഒരു ബോണ്ടാണ് കേട്ടോ. അതൊക്കെ ഇന്നത്തെ എപ്പിസോഡ് നന്നായിട്ട് കാണാൻ പറ്റും. നിധിനെ നിധിയോട് ഭയങ്കര സ്നേഹമൊക്കെയാണ് ആൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ബോണ്ട് കാണാൻ പറ്റും. ഒരു ചെറിയ രീതിയിലുള്ളൊരു വാത്സല്യമൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നല്ലൊരു ഫീൽ ഗുഡ് എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.